എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതും പഴയതുമായ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയാണ് ഞാൻ കൂടുതലും വീഡിയോകൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത മറ്റു വീഡിയോകൾ കാണാത്തവർ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അശോക് ലൈലാൻഡിൻ്റെ LS 1509-90 എന്ന മോഡൽ ചേസിൽ നിർമ്മിച്ച ഒരു സർവീസ് ബസ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ലിൻസ് സ്മാർട്ട് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ ബസ്. mm വീൽ ബേസാണ് ഈ വാഹനത്തിനുള്ളത്. 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ ആണ് ഈ വാഹനം പ്രവർത്തിക്കുന്നത്. 450 Nm ടോർക്കും 147 HP പവറിലും ആണ് ഈ വാഹനം പ്രവർത്തിക്കുന്നത്. ഓവറോൾ ലെങ്ത് 9860 mm ഓവറോൾ വിഡ്ത്ത് 2174 mm ആണ്. ടയർ സൈസ് 235/75/6 ആണ്. പാരാബോളിക് എയർ സസ്പെൻഷനാണ് ഫ്രണ്ട് സസ്പെൻഷൻ. ഡ്യുവൽ ലൈൻ S-CAM എയർ ബ്രേക്സ് ആണ് ഈ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം. ഫുൾ എയർ ഡ്യുവൽ ലൈൻ S-CAM ബ്രേക്സ് എന്നത് റിഡൻഡൻസി അഥവാ ആവർത്തനത്തിനായി 2 വ്യത്യസ്ത എയർലൈനുകൾ ഒരു ഹെവി ഡ്യൂട്ടി ട്രക്ക് എയർ ബ്രേക്ക് സിസ്റ്റത്തെ സൂചിപ്പിക്കുന്നു. ഡ്രം ബ്രേക്കുകൾക്കുള്ളിൽ S ആകൃതിയിലുള്ള ക്യാമുകൾ ഉപയോഗിച്ച് ബ്രേക്ക് ഷൂ ഡ്രമ്മിൽ അമർത്തി നിർത്തുന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം. പാരാബോളിക് ഫ്രണ്ട് സസ്പെൻഷനിൽ മധ്യഭാഗത്ത് കട്ടിയുള്ളതും അറ്റങ്ങളിലേക്ക് ചുരുങ്ങുന്നതുമായ പാരാബോളിക് ആകൃതിയിലുള്ള ലീഫ് സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുകയും സുഗമവും ശാന്തവുമായ യാത്ര അനുവദിക്കുകയും ചെയ്യുന്നു. കൂടാതെ മികച്ച ലോഡ് വഹിക്കാനുള്ള ശേഷി നൽകുകയും ചെയ്യുന്നു. ഇത് ട്രക്കുകൾ, ബസ്സുകൾ എന്നീ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. H സീരീസിൽ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 5+1 കേബിൾ ഷിഫ്റ്റ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ ഉള്ളത്. അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും ഈ വാഹനത്തിൽ ഉണ്ട്. ഇത്രയുമൊക്കെയാണ് എൻജിൻ സംബന്ധമായ ഒരു ചെറിയ വിവരണം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തണ്ടപ്ര എന്ന സർവീസ് ബസ്സാണിത്. ഏറ്റുമാനൂരിൽ നിന്നും മാളികക്കടവിലേക്ക് സർവീസ് നടത്താനാണ് ഈ ബസ് ഉപയോഗിക്കുന്നത്. ഏറ്റുമാനൂരിൽ നിന്നും പേരൂർ, തിരുവഞ്ചൂർ, മണർകാട് പള്ളി, പുതുപ്പള്ളിപ്പള്ളി, ഞാലിയാകുഴി വഴി മാളികക്കടവ് വരെയാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ഈ ബസ് കൂടാതെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് മറ്റൊരു ബസ് കൂടി ഈ റൂട്ടിൽ തണ്ടപ്ര സർവീസ് നടത്തുന്നു. കൂടാതെ ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തേക്ക് 3 പരം സർവീസുകളും ഉണ്ട്. ചങ്ങനാശ്ശേരി, ഞാലിയാകുഴി, പുതുപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഉള്ള യാത്രക്കാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റുമാനൂരിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കത്തക്ക വിധത്തിലാണ് ഈ 2 ഏറ്റുമാനൂർ സർവീസുകളും ഉള്ളത്. കൂടാതെ പ്രസിദ്ധമായ പാറേൽപ്പള്ളി, പുതുപ്പള്ളിപ്പള്ളി, മണർകാട് പള്ളി, മണർകാട് ക്ഷേത്രം എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് ഈ ബസ് വളരെയേറെ പ്രയോജനകരമാണ്.
ഈ ബസ്സിൽ യാത്ര ചെയ്താൽ കോട്ടയം വഴി പോയി ബ്ലോക്കിൽപ്പെട്ട് സമയം നഷ്ടപ്പെടാതെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റുമാനൂരിൽ എത്തിച്ചേരാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും പാല, പാമ്പാടി എന്നീ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിലും ഈ സർവീസ് പ്രയോജനകരമാണ്. കാരണം മണർകാട് ഇറങ്ങിയാൽ ഈ സ്ഥലങ്ങളിലേക്ക് ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. കേരളത്തിലെ പ്രമുഖ ബസ് ബോഡി നിർമ്മാതാക്കളായ കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാർലെറ്റ് എന്ന കൊണ്ടോടി മോഡലിലാണ് ഈ വാഹനത്തിൻ്റെ പണികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഡ്രൈവർ സീറ്റ് കൂടാതെ 33 സീറ്റാണ് ഈ വാഹനത്തിൽ ഉള്ളത്. ഏകദേശം 5 മുതൽ 6 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നു എന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ച കാര്യം. വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ ഉള്ളത്. സ്റ്റീൽ തകിടുകൾ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ് ഡോറുകളെല്ലാം തന്നെ. ഈ സർവീസിൽ മുൻപോടിയ ബസ്സിനേക്കാളിലും 2000 രൂപ ഡീസൽ ചെലവ് കുറവാണ് ഈ പുതിയ ബസ്സിന്. ആകെ മൊത്തം 4 ക്യാമറകൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ട്. ഫ്രണ്ട് വ്യൂ കാണാൻ ഒരു ക്യാമറ, ബാക്ക് വ്യൂ കാണാൻ ഒരു ക്യാമറ, കൂടാതെ ഫ്രണ്ടിൽ നിന്നും വണ്ടിക്കകം കാണാനും ബാക്കിൽ നിന്നും വാഹനത്തിൻ്റെ ഉൾവശം കാണാനും തക്ക രീതിയിൽ 4 ക്യാമറകൾ ഈ വാഹനത്തിലുണ്ട്. നീല കളറിലുള്ള റെക്സിനോട് കൂടിയ സീറ്റ് കവറാണ് ഇതിലുള്ളത്. കൂടാതെ ബ്ലാക്ക് കളർ ഹെഡ് റെസ്റ്റ് കവറും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു ഡ്രൈവർ ക്യാബിനാണിത്. SMLനെയും ടാറ്റയും അപേക്ഷിച്ച് ശകലം ക്യാബിൻ വലുപ്പക്കുറവാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ വാഹനത്തിനുള്ളിൽ നല്ല ഇടയാണ്. ആകെ മൊത്തം 4 സ്പീക്കറുകൾ ഈ വാഹനത്തിനുള്ളിൽ ഉണ്ട്. കൂടാതെ വാഹനത്തിൻ്റെ സൈഡിൽ അവരുടെ തണ്ടപ്പറ എന്ന പേരും റൂട്ടുകളും എല്ലാം തന്നെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഷെയ്ഡിൽ വൈറ്റ് ലെറ്ററിലാണ് തണ്ടപ്പറ എന്ന പേര് സ്റ്റിക്കർ ചെയ്തിരിക്കുന്നത്. ബസ് പോകുന്ന വഴികളെല്ലാം തന്നെ 2 ഡോറുകളിലും സൈഡിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസിൽ അത്യാവശ്യം മണർകാട് പള്ളി, പുതുപ്പള്ളി പള്ളി എന്നീ സ്ഥലങ്ങളും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഗ്ലാസിലും തണ്ടപ്ര എന്ന പേരും മറ്റ് പോകുന്ന റൂട്ടുകളും എല്ലാം തന്നെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. സുഗമമായ ഒരു യാത്രയാണ് ഈ വാഹനം നൽകുന്നത്. സ്റ്റീൽ തകിടുകൾ ഉപയോഗിച്ചാണ് സീറ്റിൻ്റെ കവറുകളും സൈഡിലത്തെ കവറിങ്ങുകളും എല്ലാം ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു സൗണ്ട് സിസ്റ്റവും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡ്രൈവർ സീറ്റിലിരുന്നാൽ നല്ലൊരു വ്യൂ നമുക്ക് ലഭിക്കുന്നു. മറ്റ് ചെറിയ വാഹനങ്ങളിലിരുന്നാൽ ഇങ്ങനൊരു വ്യൂ ലഭിക്കുന്നില്ല. റൂട്ട് ബോർഡ് മറഞ്ഞു നിൽക്കുന്ന കാരണം മറ്റു ചില വാഹനങ്ങളിൽ റോഡ് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല എന്നൊരു പരാതി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ സ്റ്റിക്കർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഞാനാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി തെങ്ങണായിൽ എനിക്ക് ഒരു ചെറിയ സ്റ്റിക്കർ കടയുണ്ട്. ഇവരുടെ മറ്റു വണ്ടികളെല്ലാം സ്റ്റിക്കർ ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. ഫ്രണ്ട് ക്യാമറ മറയത്തക്ക രീതിയിലുള്ള സ്റ്റിക്കറുകളൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ അനാവശ്യമായ സ്റ്റിക്കറുകൾ ഒന്നും തന്നെ ഈ വാഹനത്തിൽ ഇല്ല.
റൂട്ടുകളും വണ്ടിയുടെ പേരും മാത്രമാണ് ഈ വാഹനത്തിൽ സ്റ്റിക്കർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.